കുറിപ്പ് നിങ്ങൾ കേൾക്കണം. അതെന്താണ്? അതാ നേരത്തെ ജിന്നിനെ വിളിക്കാമെന്ന് പറഞ്ഞ സക്കരിയ, മലക്കിനെ വിളിക്കാമെന്ന് പറഞ്ഞ സക്കരിയ, മുജാഹിദും നമ്മളും തമ്മിലുള്ള തർക്കം എന്താണ്? നമ്മൾ മഹാന്മാരെ വിളിക്കുന്നു, അത് വിളിക്കാൻ പാടില്ല. ബദരീങ്ങളെ നമ്മൾ വിളിക്കുന്നു, മടവൂർ ശൈഖുതങ്ങളെ വിളിക്കുന്നു, മദനി തങ്ങളെ വിളിക്കുന്നു, അതൊക്കെ വിളിക്കാൻ പാടില്ലെന്നല്ലേ അവരുടെ വാദം. നമ്മൾ മഹാന്മാരെ വിളിക്കുന്നു. എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, ഇവിടെ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളോട് പറയട്ടെ, മുജാഹിദിന്റെ ആശയത്തെ പിരിച്ചുവിടാൻ സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി മുജാഹിദിന് ഇവിടെ നിലനിൽക്കില്ല. കാരണം എന്തുകൊണ്ട്? പണ്ടുകാലത്ത് പറഞ്ഞത് മുഴുവനും മാറ്റി, ജിന്നിനെ വിളിക്കാമെന്നാക്കി, മലക്കിനെ വിളിക്കാമെന്നാക്കി. ഇനി കണ്ടോ സക്കരിയ സലാഹി പറയുന്ന പ്രസംഗം, സക്കരിയ സലാഹി പറയുന്ന പ്രസംഗം. സുന്നികള് മഹാന്മാരെ വിളിക്കുന്നു, ആ വിളിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? മദനിത്തങ്ങളെ വിളിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ബദരീങ്ങളെ വിളിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? സുന്നികള് മഹാന്മാരെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ വാദമൊന്ന് ഇസ്ലാഹി സെന്ററിൽ പാസാക്കിയാൽ പിന്നെ കേരളത്തിൽ തർക്കമുണ്ടാവുമല്ലോ. ഞങ്ങളും അവരും ഇരിക്കുന്ന തർക്കം നമ്മൾ മഹാന്മാരെ വിളിക്കുന്നു എന്നതിന്റെ പേരിലല്ലേ? അതും വിളിക്കാമെന്ന് സക്കരിയാക്ക് വാദമുണ്ട് എങ്കിൽ ഇനി വഹാബിസം തിരിച്ചുവിട്ടുകൂടെ എന്ന് കേട്ടു നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരാ. ഞാൻ നിങ്ങൾക്ക് ചരിത്രത്തിന് പല ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. കേരളത്തിൽ സമസ്തക്കാരായ ആളുകൾ അവരോട് സ്നേഹത്തോടെ നിങ്ങൾ ചോദിക്കും, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? മമ്പറ നിങ്ങളെ കാക്കണേ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ഉള്ളാളെ നിങ്ങളെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ആ സാധുക്കൾ പറയാതെ പറയാറുണ്ട്. അല്ലേ വിചാരിച്ചിട്ടാണോ? അല്ല. മര്യാദ കൽപ്പിച്ചിട്ടാണോ? അല്ല. അല്ല കൊടുത്ത കഴിവെന്ന്. ശരിയല്ലേ? അൽഹംദുലില്ലാഹ് വെച്ചോട്ട് വന്ന് കേൾക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് ചരിത്രത്തിന് പല ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. കേരളത്തിൽ സമസ്തക്കാരായ ആളുകൾ അവരോട് സ്നേഹത്തോടെ നിങ്ങൾ ചോദിക്കും, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? മമ്പറ നിങ്ങളെ കാക്കണേ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ഉള്ളാളെ നിങ്ങളെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ആ സാധുക്കൾ പറയാതെ പറയാറുണ്ട്. അല്ലേ വിചാരിച്ചിട്ടാണോ? അല്ല. സ്വയം മര്യാദ കൽപ്പിച്ചിട്ടാണോ? അല്ല. അല്ല കൊടുത്ത കഴിവെന്ന്. ശരിയല്ലേ? എന്റെ വ്യാഖ്യാനത്തിൽ തെറ്റുണ്ടോ? സമസ്തക്കാര് പറയാം, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് മൊയ്തീൻ ശൈഖിന് അല്ലാഹുവിനെ പോലെ സ്വയം രക്ഷപ്പെടുത്താൻ കഴിവുണ്ട് എന്ന വിശ്വാസത്തോടെയാണോ? അല്ല. എന്നാൽ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പോയിന്റ് മനസ്സിലാക്കിയ പിന്നെ മുജാഹിദ് പ്രസ്ഥാനമുണ്ടോ? പിരിച്ചുവിട്ടൂടെ? ഇതുവരെ തർക്കം എന്താണ്? മഹാന്മാരെ വിളിക്കൽ തെറ്റാണ് എന്നല്ലേ? ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ റമദാനിന്റെ തൊട്ടു മുമ്പ് ഈ കാസർഗോഡ് ഈ റൂട്ടിലൂടെ പോകുന്ന ആരിക്കാട് ജംഗ്ഷനിൽ ഇന്ന് മുജാഹിദിസം അവിടെ വളർന്നു വരികയാണ്. അവിടെ പല പ്രസംഗങ്ങളും നടന്നു. റമദാനിന്റെ തൊട്ടു മുമ്പ് ഈ ക്ലിപ്പിട്ടുകൊണ്ട് ആരിക്കാട് ജംഗ്ഷനിൽ വിശവടുത്ത വഹാബിയെ ഞാൻ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് പിരിച്ചുവിടാൻ സമയമായിട്ടില്ലേ? ഇനി തർക്കമുണ്ടോ? ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്. ഞങ്ങൾ SYSന്റെ ലെറ്റർ എഴുതി കൊടുത്തു, സംവാദത്തിന് വെല്ലുവിളിച്ചു. ഇന്നവരെ മുജാഹിദ് ആരിക്കാട് ജംഗ്ഷനിലെ മുജാഹിദ് സംസാരിച്ചിട്ടില്ല, ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇവിടുത്തെ ഏതെങ്കിലും മുജാഹിദിലേക്ക് ആരിക്കാട് ജംഗ്ഷനിലെ മുജാഹിദുകളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇത് പറയുന്നത് റഫീഖ് സഅദിയാണ്. പേരങ്ങോട്ട് പറഞ്ഞു കൊടുത്തോളി. അതെ, ഈ ക്ലിപ്പിട്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, നീ നിങ്ങൾക്ക് പിരിച്ചുവിടാൻ സമയമായിട്ടില്ലേ? ഞങ്ങളെ മുശ്രിക്കാക്കിയത് ഖുത്ബിയത്ത് കഴിച്ചത് കൊണ്ടാണ്, ഞങ്ങളെ മുശ്രിക്കാക്കിയത് മടവൂർ ശൈഖിനെ വിളിച്ചത് കൊണ്ടാണ്, ഞങ്ങളെ മുശ്രിക്കാക്കിയത് ബദരീങ്ങളെ വിളിച്ചത് കൊണ്ടാണ്, അല്ലാഹുവിന്റെ കൂടെ പങ്കാളികളെ ചേർക്കുന്നു എന്നാണ്. എന്നാൽ നിങ്ങളത് കൂട്ടത്തിൽപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരിന്റെ പ്രസംഗമാണ്. ആ വിളിയൊന്നും ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടല്ല, അവർ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, പിന്നെയോ അള്ള കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കണമെന്നാണ്. അതല്ലേ ഞങ്ങൾ പണ്ടേ പറഞ്ഞത്, അതല്ലേ പണ്ടേ ഞങ്ങൾ മഹത്തുക്കൾ